നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗം തുടർന്നു പോവാണ്. ഹൃദയത്തിൻ്റെ മിടിപ്പിനോട് കൂടി ലയിപ്പിക്കപ്പെട്ട ദൈവനാമം രക്തത്തിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ട് രക്തത്തിൻ്റെ പ്രകൃതം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാറി വരുന്ന ഈ രക്തത്തിൻ്റെ നാച്ചുർ അത് ഈ ആത്മഹൃദയത്തിന് എണീക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. അങ്ങനെ ആത്മീയതയിൽ ആദ്യമായിട്ട് ആത്മഹൃദയം എണീച്ചുകൊണ്ട് ആത്മീയതയിൽ ഇവന്റെ സഹായിയായി തീരും. അവിടെ വെച്ചുകൊണ്ടാണ് ഒരു ആത്മാന്വേഷി ശരിയായ ആത്മാന്വേഷിയായി തീരുന്നത്. അങ്ങനെ ഒരാളെ ഹൃദയം തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവന് അനുഭവമായി കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിക്കൊണ്ട് അവന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ട്, കാരണം രക്തമാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. അവന്റെ കണ്ണിന് കാഴ്ച കൊടുക്കുന്നതും അതേപോലെ കാതിലേക്കും മൂക്കിലേക്കും വായിലേക്കും എല്ലാം വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന രക്തമാണ്. ആ കൊടുക്കുന്ന രക്തത്തിൽ ദൈവീക പ്രകാശം ഉള്ളതിൻ്റെ പേരിൽ നമ്മുടെ വായിലും മൂക്കിലും കാതിലും കണ്ണിലും തലച്ചോറിലും എല്ലാം ദൈവിക പ്രകാശം എത്തിച്ചേരും. അതോടുകൂടി മുമ്പേ ആ രക്തത്തിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജികൾ അഥവാ ഭൂതാത്മാക്കളും അതിനോട് ചുറ്റിപ്പറ്റിയ നെഗറ്റീവ് എനർജിയും എല്ലാം നീങ്ങിപ്പോവും. തൽസ്ഥാനത്ത് ദൈവികമായ പ്രകാശവും ദൈവികമായ സ്വഭാവങ്ങളും വന്നു ചേരും ഘട്ടം ഘട്ടമായിക്കൊണ്ട്. ഇതാണ് ആത്മീയതയിൽ സംഭവിക്കുന്നത്. ദൈവികമായ ഊർജം അതിലേക്ക് വന്നു കയറും തോറും മനുഷ്യന്റെ ഉള്ളിലെ ഡെൻസിറ്റി കുറഞ്ഞു വരും, സ്ഥൂലത കുറഞ്ഞു വരും. ആത്മലോകത്തിന്റെ പ്രകൃതി അങ്ങനെയാണ്. ഇപ്പൊ കണ്ണിന്റെ കാഴ്ചയിൽ സ്ഥൂലത കുറയും, കാതിന്റെ കേൾവിയിലും അതേപോലെ തന്നെ മൂക്കിന്റെ വാസനയിലും രുചിയിലും എല്ലാത്തിലും എന്ത് സംഭവിക്കും? ഈ ഒരു ആത്മഭാവം വന്നു വഹിക്കും. ആ ലോകത്തോട് കൂടുതൽ അടുപ്പം വന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ അളവ് കൂടും തോറും അതിന് തടസ്സമായി തീരുന്ന ഡെൻസിറ്റി കൂടിയ കാര്യങ്ങളെല്ലാം അതിലും നീക്കപ്പെടും. അങ്ങനെയാണ് ആത്മീയ അന്വേഷിക്ക് ആത്മീയ കാഴ്ചയും ആത്മീയ കേൾവിയും ആത്മീയ അനുഭവങ്ങളും ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ഒഴിവാക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. നമുക്ക് വേണ്ടി പടക്കപ്പെട്ട ദുരാത്മാവ്. അത് കൂടാതെ നമുക്ക് ജീവിക്കാനും സാധ്യല്ല. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഗൈഡാണത്. ആ ഭൂതാത്മാവ് അതിൻ്റെതായ നാച്ചുറിൽ നിന്നും മാറി നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതുണ്ട്. അതിനും ഈ ഒരു ദൈവിക ഊർജ്ജം നമ്മെ സഹായിക്കും. കാരണം അതിൻ്റെ സ്ഥാനം നമ്മുടെ നാഭിയിലാണ്, പുക്കിൾക്കൊടിയിലാണ്. നമ്മൾ ഉറങ്ങുമ്പോഴല്ലാതെ ആ ദുരാത്മാവ് നമ്മളിൽ നിന്നും പോകുന്നില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ ദുരാത്മാവ്, ആ ഭൂതാത്മാവ് നമ്മളിൽ നിന്നും വേർപെട്ടുകൊണ്ട് അവരുടെ വർഗത്തിലേക്ക് പോയി ചേരും. അവിടെയുള്ള എല്ലാ നെഗറ്റീവ് എനർജി സംഭരിച്ചുകൊണ്ട് തിരിച്ചു വരും. അവൻ നമ്മളെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവനെ തന്നെ ശുദ്ധിയാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് മഹാഗുരുക്കന്മാർ ചില ദൈവനാമങ്ങൾ കൊണ്ട് അതിനെ പണിയെടുപ്പിച്ചത്. ശ്വസന പ്രക്രിയയിലൂടെ ദൈവനാമം ജപിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ഈ ഒരു ഭൂതാത്മാവിന്റെ വീര്യം കുറക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് പരിപൂർണമായ ശുദ്ധിയാവലായിത്തീരുന്നില്ല. ഇവിടെ നമ്മൾ ഹൃദയത്തിൽ രക്തത്തിൽ ദൈവിക നാമം പ്രവേശിപ്പിച്ചതിൻ്റെ കാരണമായിക്കൊണ്ട് ദൈവപ്രകാശം രക്തത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ നാഭിയിൽ എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഭൂതാത്മാവിന് വസിക്കാൻ സാധിക്കാതെ എന്നാൽ നശിക്കാനും സാധിക്കുന്നില്ല. അതിൻ്റെ പേരിൽ അവൻ്റെ സ്വഭാവം നിർബന്ധിതാവസ്ഥയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് ഘട്ടം, ഒന്ന് നമ്മൾ ദൈവികമായ ആത്മാക്കളിൽ ആദ്യത്തവനായ ഹൃദയാത്മാവിനെ എണീപ്പിക്കുകയും അതേസമയം നമ്മൾ നാഭിയിലിരിക്കുന്ന അസുരാത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ് ഭൂതാത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവൻ ക്ഷയിക്കുന്തോറും നമ്മളിൽ നെഗറ്റീവ് എനർജി കുറഞ്ഞു വരും, ഡെൻസിറ്റി കുറഞ്ഞു വരും. ഇവൻ ബലം വെക്കുന്തോറും ശക്തിയാവും തോറും നമ്മളിൽ ഡെൻസിറ്റി കൂടി വരും, ആത്മഭാവം കുറഞ്ഞു വരും. അഥവാ ഡെൻസിറ്റി കൂടി വരുന്നത് കൊണ്ട് ഭൗതികത കൂടി വരും. അപ്പൊ ഇത് തമ്മിലുള്ള ഇംബാലൻസ് ആണ് മനുഷ്യനെ അധമനാക്കുന്നതും ഉന്നതനാക്കുന്നതും. ഇപ്പൊ ദൈവത്തിന്റെ നാമം ഹൃദയത്തിന് മിടിപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മെച്ചം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം ഒരിക്കലും നിൽക്കുന്നില്ല. നമ്മൾ അറിയുന്നെങ്കിലും അറിയുന്നില്ലെങ്കിലും ഹൃദയം പിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ദൈവിക നാമങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അവന്റെ ഉള്ളിൽ ദൈവപ്രകാശം സമ്പൂർണമായി തീരും, ഡോമിനന്റ് ആയി തീരും. അങ്ങനെ അവൻ ദൈവത്തിനെ കാണാനും ബന്ധപ്പെടാനും ഉതകുന്നവനായിത്തീരും. അതല്ലാത്ത മാർഗം കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ എത്ര ദീർഘമായി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിലെത്താൻ സാധിക്കുന്നില്ല. കാരണം ദുരാത്മാക്കള് നമ്മളെ തടസ്സപ്പെടുത്തി അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. രണ്ട് കാര്യങ്ങളാണ് ആത്മീയതയിൽ വേണ്ടത്. ഒന്ന് ഈ ദുരാത്മാവിനെ ഭൂതാത്മാവിനെ ശുദ്ധീകരിക്കുക, രണ്ട് ഹൃദയത്തെ ഉണർത്തുക. ഇതാണ് തുടക്കം. അതിനുശേഷം പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാനുണ്ട്, ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ഇതാണ് യഥാർത്ഥ ആത്മീയതയുടെ ബാലപാഠം. ഇതിനെക്കുറിച്ചാണ് വേദങ്ങൾ സംസാരിച്ചത്. വേദങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് ഹൃദയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ ഉദ്ദേശിച്ച ഹൃദയം ഈ ഹൃദയമാണ്. ഈ രീതിയിലുള്ള ഹൃദയം പിടിപ്പും ഹൃദയത്തിന്റെ ഉണർച്ചയുമാണ്. അവരുടെ ഉദ്ദേശം ഇന്നതാണ് എന്ന് അത് മനസ്സിലാകാത്തവർക്ക് മനസ്സിലായതില്ല.
അവർക്ക് മനസ്സിലായത് എന്താണ് അത് ജനങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുത്തു. അതിൽ വാസ്തവിരുദ്ധമായി പലതും വന്നു ചേർന്നു. വാസ്തവം അവർ അറിഞ്ഞതില്ല, കാരണം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. അവർ വെറും കേട്ടത് പറയുന്നവരായി. കാരണം അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല, കാരണം അവർ അതിന് അർഹരല്ല. നിർദ്ദേശിക്കപ്പെടുന്ന ഗുരുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അത് പിന്നെയും എഫക്റ്റീവ് ആയേനെ, പക്ഷെ അതും സംഭവിച്ചിട്ടില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. ഭൗതികമായ ഈ ലോകത്ത് നിന്നും, ഈ ശരീരത്തിൽ നിന്നും ആത്മാവിന് അതിൻ്റെതായ ലോകത്തേക്ക് സഞ്ചരിക്കാൻ ഈ ശരീരത്തിൽ നിന്നുമുള്ള നെഗറ്റീവ് എനർജി പരിപൂർണമായി ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ആത്മാവിന് ആ ലോകത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടിയാണ് ആത്മീയതയുടെ ജ്ഞാനം വിളമ്പേണ്ടി വരുന്നത്. അതിനുവേണ്ടിയാണ് ആത്മീയതയിലെ ഗുരുക്കന്മാരെ ദൈവം നിയോഗിച്ചത്. അത്തരം ഗുരുക്കന്മാർ ദൈവത്തിന്റെ അവതാരങ്ങളായി വരുന്നവരാണ്. ഈ കാലഘട്ടത്തിൽ അത് ആരെയാണ് ദൈവം നിയോഗിച്ചത്? അവനിലൂടെ മാത്രമേ സാധ്യമാവുന്നുള്ളൂ. അവനാണ് കൽക്കി ഭഗവാൻ. അദ്ദേഹത്തെ വിട്ടുകൊണ്ട് മറ്റൊന്നിലൂടെ സാധ്യമേ ആവുന്നില്ല. ഇത് തിരിച്ചറിയലാണ് വിജയത്തിന്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഘട്ടം. അത് തിരിച്ചറിയാതെ പോകുന്നുവെങ്കിൽ അത്രയും സമയം പാഴായിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഹൃദയം തുറക്കപ്പെടുന്നതിന് മുമ്പ് അതിലേക്ക് എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വർഗം മുമ്പുണ്ടായിരുന്നു. അവരെ ഡ്യൂട്ടി എന്താണ്? നേരത്തെ പറഞ്ഞ ഈ ഭൂതാത്മാവിനെ ശുദ്ധീകരിക്കൽ മാത്രം. അതിനുവേണ്ടി അവർ പല രീതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പലതരം ആത്മമുറകൾ, പരിശീലനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ധ്യാനങ്ങളും യോഗകളും ശാരീരിക പീഡനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു അളവ് വരെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ സാധിക്കും. നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കലോ അല്ലെങ്കിൽ അധീനപ്പെടുത്തുന്നത് കൊണ്ടോ നമുക്ക് ആ ദുരാത്മാവിനെ അല്ലെങ്കിൽ ആ ഭൂതാത്മാവിനെ വശീകരിക്കാനോ സ്വാധീനിക്കാനും സാധിക്കും. അതിലൂടെ നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടാവാനും തുടങ്ങും. സാധാരണക്കാർക്ക് കഴിയാത്ത പല കാര്യങ്ങളും കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കും. ഇതാണ് ആത്മീയത എന്ന് തെറ്റിദ്ധരിച്ച് അതിലൂടെ സമയം പാഴാക്കുന്നവരുണ്ട്. അത്തരക്കാർക്ക് ദൈവമാണെന്ന രീതിയിൽ ദൈവമല്ലാത്തതിനെ ഒന്ന് കാണിച്ചു കൊടുത്ത് വഞ്ചിക്കാനും എളുപ്പമാണ്. ഇതെല്ലാമാണ് ആത്മീയത സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിവില്ലാതെ ആത്മീയതയിൽ പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടകരമാണ്. ആത്മീയത വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന് യഥാർത്ഥ ഗുരുവിനെ നേടൽ അത്യന്താപേക്ഷിതമാണ്. അതില്ലാത്തവന് ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നതല്ല. എന്നാൽ അബോധികമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അത് ദൈവവുമല്ല, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത്തരം അനുഭവങ്ങൾക്ക്. ഏകദേശം എന്താണ് ആത്മീയയുടെ അസ്ഥിവാരം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഹൃദയത്തെക്കുറിച്ച് നമ്മൾ പറയാൻ കാരണം തുടക്കത്തിൽ. കാരണം കൽക്കി ആരാണെന്നും കൽക്കിയുടെ ദൗത്യം എന്താണെന്നും ബോധ്യപ്പെടേണ്ടതും. കൽക്കി ആദ്യമായിട്ട് ജനങ്ങൾക്ക് കാഴ്ചവെക്കുന്ന വിജ്ഞാനം ഈ വിജ്ഞാനമാണ്, ഹൃദയത്തിൻ്റെ വിജ്ഞാനം. കാരണം ആദ്യമായിട്ട് ഈ ആത്മീയ ജ്ഞാനം കൊണ്ടുവന്നത് ശങ്കർജിയാണ്. ആദിശങ്കരൻ, ആദി ഗുരു, ശിവൻ എന്നൊക്കെ പറയുന്ന ആദൻ നബിയാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. അദ്ദേഹം കൊണ്ടുവന്നത് ഈ വിജ്ഞാനം മാത്രമാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ അധികാരിയാണ് ആദൻ നബി അല്ലെങ്കിൽ ശിവൻ, ശങ്കർജി, ആദിശങ്കരൻ. അപ്പോൾ ലോകത്ത് ആരെല്ലാം ഈ ഒരു ഹൃദയം ഉണർത്തപ്പെടുന്നുണ്ടോ അവരെല്ലാം അവരുടെ ഹൃദയം ഉണർത്തപ്പെടുന്നത് ശിവഭഗവാനിലൂടെയാണ്. അത് അന്നും എന്നും എങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ശിവൻ്റേതായ ഹൃദയം, ശിവന്റെ ശരീരം ഇല്ലാതായുവെങ്കിലും ഹൃദയം മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ആ ഹൃദയമാണ് കൽക്കി ഭഗവാനിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ പേരിലാണ് ശിവന്റെ അവതാരമായി വരുന്നു എന്ന് പറയാൻ കാരണം. അപ്പം നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ട ഈ ഒരു വിഷയം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ. ഇനി നമ്മൾ ഈ വിഷയം വീണ്ടും സംസാരിക്കും. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് മൊത്തത്തിൽ ആത്മീയതയുടെ സ്ട്രക്ചർ പഠിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, എന്താണ് ദൈവികമായ പ്ലാൻ, ഇതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓരോ ക്ലാസ്സുകളിൽ പഠിക്കാം. ഇത് അന്വേഷകന്മാർക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകളാണ്. നിഷേധികൾക്കോ ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്കോ വിരോധമൊന്നുമില്ല, അവർക്ക് അവരുടെ വഴിക്ക് പോവാം. പക്ഷെ അന്വേഷകന്മാർക്കും ദൈവം ഇച്ഛിക്കുന്നവർക്കും എന്തായാലും ഇതിൽ എത്തിച്ചേരാനോ ഉൾക്കൊള്ളാനോ സാധിക്കും. അവർക്ക് ഇതിനുള്ള വിധി കൊടുക്കും. എന്തായാലും നിങ്ങൾക്ക് വേണ്ട പോലെ വിലയിരുത്താം, യാതൊരു വിഷയവുമില്ല. നമ്മൾ തർക്കത്തിനൊന്നുമില്ല. അന്വേഷകന്മാർക്ക് മാത്രം സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് മാറിപ്പോവാം.